ദൈവത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, അബ്രഹാം തൻ്റെ മകനെ മോറിയ മലയിൽ ബലിയർപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ദൈവം കൃത്യമായി തന്നെ സ്നേഹിക്കുന്നവന് പദ്ധതി പറഞ്ഞു കൊടുക്കുകയാണ് വേദപുസ്തകത്തിൽ. വചനത്തിൽ, പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവൻ എന്നേക്കാൾ ഉപരി അപ്പനെയോ അമ്മയോ വസ്തുക്കളെയോ വയലുകളെയോ സ്നേഹിച്ചുകൂടാ. ഒന്നാം സ്ഥാനം ദൈവം പ്രതീക്ഷിക്കുന്നു. അത് അബ്രഹാം മനസ്സിലാക്കി. ദൈവത്തിൻ്റെ സ്ഥാനം തൻ്റെ മകൻ കരസ്ഥമാക്കിയിട്ടുണ്ടോ എന്നറിയാൻ ദൈവം തന്നെ പരിശോധിക്കുന്നു. ആ പരിശോധനയിൽ തനിക്ക് ജയിക്കണം. അബ്രഹാം പറയുന്നു, ഒന്നാം സ്ഥാനം നിനക്ക് തന്നെയാണ്. അബ്രഹാം ദൈവത്തിൻ്റെ ഹിതത്തിന് സമസ്തവും സമർപ്പിക്കുകയാണ്. ആണ് നമ്മൾ ചെയ്യാൻ നമ്മളോട് കർത്താവ് സമസ്തവും സമർപ്പിക്കണം. അല്പമായി മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ ഹിതം ആരാഞ്ഞാൽ, അത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ അത് യഥാർത്ഥ പ്രവർത്തനം, യഥാർത്ഥ ദൈവഹിതമാവുകയില്ല. രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടിയാൽ വള്ളം മുങ്ങിപ്പോകും, ആള് മുങ്ങിപ്പോകും. അബ്രഹാം ദൈവത്തിൽ മാത്രം വിശ്വസിച്ചു. അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. അതുവഴി അവൻ്റെ നീതിബോധത്താൽ അവൻ തൻ്റെ മകനെ ബലിയായി അർപ്പിച്ചു. അപ്പോൾ ഈ ബലിയർപ്പിക്കുവാൻ, തൻ്റെ മകനെ ബലിയർപ്പിക്കുവാനായി അദ്ദേഹം പർവ്വതത്തിലേക്ക്, മലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ യഹോവയായ ദൈവം പറഞ്ഞിരുന്നു ഏത് രീതിയിലാണ് ബലിയർപ്പിക്കേണ്ടത്, അതിൻ്റെ സമയം. ദൈവം പറയുകയാണ്, അതിരാവിലെ നിന്റെ മകനെ കൂട്ടിക്കൊണ്ട് ഞാൻ പറയുന്ന സ്ഥലത്ത്, പറയുന്ന രീതിയിൽ, പറയുന്ന നിഷ്ഠപ്രകാരം ബലിയർപ്പിക്കണം. അബ്രഹാം തൻ്റെ മകനെ ബലിയർപ്പിക്കുന്നു. ബലിയർപ്പിക്കുവാൻ വാളോങ്ങുമ്പോൾ ദൈവം, അബ്രഹാമിൻ്റെ ബലി യഥാർത്ഥത്തിൽ നടന്നത് ദൈവം ആവശ്യപ്പെട്ടപ്പോൾ തന്നെ അബ്രഹാമിൻ്റെ ഉള്ളിൽ ബലി നടന്നു. കാരണം അബ്രഹാം ദൈവം ആവശ്യപ്പെട്ടപ്പോൾ തൻ്റെ മകനെ കൊടുത്തു. മറ്റേതൊരു സിംബോളിക് പ്രസന്റേഷനായിട്ടാണ് അബ്രഹാം മകനെ ബലിയർപ്പിക്കുവാൻ മലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ബലിയർപ്പിക്കുവാനെല്ലാം സത്യത്തിൽ മകനെ അദ്ദേഹം ബലിയർപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ സൂചനാപരമായി അതിൻ്റെ യാഥാർത്ഥ്യവൽക്കരണത്തിന് വേണ്ടി കത്തിയെടുക്കുമ്പോൾ യഹോവയായ ദൈവം പറയുന്നു, അരുത്, നിന്റെ ബലി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നീ എൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിച്ചു, അതുകൊണ്ട് നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഏകജാതനെ എനിക്കായി ബലിയർപ്പിക്കുവാൻ നീ തീരുമാനസായതുകൊണ്ട്, നീ തീരുമാനമെടുത്തത് കൊണ്ട് നീയും നിന്റെ വംശവും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിൻ്റെ ദൈവസ്നേഹം ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്തുകൊണ്ട് പരിപൂർണമായ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക്, വിശ്വാസത്തിൻ്റെ തികവ്, ദൈവത്തോട് ചേർന്ന് ഈ ദൈവത്തിൽ തീവ്രമായി വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായും അവരുടെ ലക്ഷ്യം, അവരുടെ ജീവിതത്തിലെ ഏക ചിന്ത ദൈവത്തെ എങ്ങനെ പ്രീതിപ്പെടുത്താം, അഥവാ ദൈവത്തിൻ്റെ ഹിതം എങ്ങനെ നിറവേറ്റാം. അതാണ് അബ്രഹാം പിതാവ് ചെയ്തത്. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവൻ ഭാഗ്യവാൻ. അവനെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കും. നാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ, പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ ഹിതത്തിന് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.